പത്തനംതിട്ട ജില്ലയിലെ യുവദമ്പതികൾ റാന്നി സ്വദേശിയെ ഹണി ട്രാപ്പിൽ കുടുക്കി. എന്നിട്ട് ഇയാളോട് ഈ യുവതി വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വീട്ടിൽ വന്ന ഇയാളെ കെട്ടിത്തൂക്കി മർദ്ദിച്ച ശേഷം ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചതുൾപ്പെടെ ഗുരുതരമായ പീഡനങ്ങളാണ് ഇയാൾ നേരിട്ടത്. ഇതാണ് കുറച്ചു ദിവസമായിട്ട് കേരളക്കര ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇത് ഹണി ട്രാപ്പും ആഭിചാരവും അവിഹിതവും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കേസാണ്. അത് അത്തരത്തിലാണ് വാർത്തകൾ വരുന്നതിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ഈ കഴിഞ്ഞ മാസം, അതായത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയും സെപ്റ്റംബർ മാസം 5-ാം തീയതി തിരുവോണ ദിവസവും നടന്ന 2 കുറ്റകൃത്യങ്ങൾ. ആ കുറ്റകൃത്യങ്ങളിൽ ഒരാൾ പോലീസിനോട് നടത്തിയ വെളിപ്പെടുത്തൽ, അത് മറ്റൊരു രീതിയിലാണ് പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പിന്നീട് പോലീസിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇത്ര വലിയൊരു ക്രൂരത ഇരുവരും നേരിട്ടിരുന്നു എന്ന് പറയുന്നതും ഈ ഒരു ദമ്പതികൾക്ക് ഇതിലുള്ള പങ്ക് തെളിയുന്നതും. ഇത് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്രം ആന്താലിമണ്ണിൽ ജയേഷ് 30 വയസ്സ്, ഭാര്യ രശ്മി 25 വയസ്സാണ്. ഇരുവരും ദമ്പതികളാണ്. ഈ ജയേഷ് ബാംഗ്ലൂരുവിലെ ഒരു ക്രഷർ യൂണിറ്റിലെ ജോലിക്കാരനാണ്. ഈ ക്രഷർ യൂണിറ്റിലെ സഹപ്രവർത്തകരായിരുന്നു ഈ 19 വയസ്സുകാരനായ ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയും അതോടൊപ്പം തന്നെ റാന്നി അത്തിക്കയം സ്വദേശിയായ 29 വയസ്സുകാരനും. അങ്ങനെ ഇതിലെ പ്രധാനപ്പെട്ട ആദ്യം പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടലെന്ന് പറയുന്നത്, ഈ ഒരു കേസിന് കാരണമെന്ന് പറയുന്നത്, ഈ രശ്മി എന്ന 25 വയസ്സുകാരിയായ ജയേഷിൻ്റെ ഭാര്യയുമായിട്ട് ഈ 2 യുവാക്കൾ, 19 വയസ്സുകാരനായ 28 വയസ്സുകാരനായ 2 യുവാക്കൾ നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ചാറ്റിങ്ങിൽ സംശയം തോന്നിയ ജയേഷ് ഭാര്യയോട് ഇക്കാര്യം ചോദിക്കുകയും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ളൊരു റിലേഷൻ അവർക്കിടയിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഭർത്താവ് ഇതിന് പകരം ചോദിക്കാൻ വേണ്ടി തൻ്റെ 2 സുഹൃത്തുക്കളെയും വീട്ടിലേക്ക് ഭാര്യയുടെ അറിവോടെ സമ്മതത്തോടെ ഇരുവരും ചേർന്ന് ആസൂത്രണം ചെയ്ത് വിളിച്ചു വരുത്തുകയും തുടർന്ന് ഈ വീട്ടിൽ വെച്ച്, ആന്താലിമണ്ണിലെ വീട്ടിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ഇവരെ കൊണ്ടുപോയി വിവസ്ത്രനാക്കി ഈ ഭാര്യയോടൊപ്പം ഒരു ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവരെ കൊണ്ടുപോയി വഴിവെക്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഈ കേസിൽ പറയുന്നത്. ഇത് വളരെയധികം സങ്കീർണതകളുള്ള ഒരു കേസാണ്. കാരണം ഈ 1-ാം തീയതിയാണ് ഇതിലെ ആദ്യത്തെ 19 വയസ്സുകാരനായ ആലപ്പുഴ നീലംപേരൂർ സ്വദേശി ഈ വീട്ടിൽ ക്രൂരമായ മർദ്ദനത്തിനിരയാവുന്നത്. ഇയാൾ ബാംഗ്ലൂരുവിലെ ജോലി സ്ഥലത്ത് നിന്ന് ഇയാൾ ഈ പത്തനംതിട്ട കോയിപ്രത്തെ ഇവരുടെ വീട്ടിലേക്ക് ജയേഷ് വിളിച്ചു വരുത്തുകയായിരുന്നു. ജയേഷാണോ ഭാര്യയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ 19-കാരൻ ഇവർ പറഞ്ഞതനുസരിച്ച് ഇവിടേക്ക് വരുന്നു. ഇവരെ ഈ പയ്യനെ മാരാമണ്ണിൽ നിന്ന് ജയേഷ് തന്നെ സ്കൂട്ടറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവനെ വിവസ്ത്രനാക്കി ഇവൻ്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി. താൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വിവസ്ത്രനാക്കിയതിന് ശേഷം ഭാര്യയോടൊപ്പമുള്ള കിടപ്പറ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ഭർത്താവ് തന്നെ ചിത്രീകരിച്ച് വെക്കുന്നു. അതിനുശേഷമാണ് ക്രൂരമായ മർദ്ദനമുറകൾ. ഉത്തരത്തിൽ കെട്ടിത്തൂക്കി, കൈകാലുകൾ ബന്ധിച്ച് ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയതിന് ശേഷം മോതിര വിരലിലടക്കം ഈ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നഖം പിഴുതെടുക്കാനും മുട്ടുസൂചി ഉപയോഗിച്ചുകൊണ്ട് കൈവിരലുകളുടെ ഇടയിലേക്ക് അടിച്ചു കയറ്റുന്നതടക്കമുള്ള അതിക്രൂരമായ പ്രവൃത്തികളാണ് ഈ ദമ്പതികൾ ഈ 19 വയസ്സുകാരനോട് ചെയ്തു വെച്ചത്. അതിനുശേഷം ഇവനെ ബൈക്കിൽ തന്നെ സമീപത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി പരാതി കൊടുത്താൽ പോലീസിൽ പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിന് അപകടമുണ്ടാക്കി വെക്കും എന്നൊക്കെയാണ് ഈ 19 വയസ്സുകാരനോട് പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഇയാളുടെ 19,000 രൂപയും മൊബൈൽ ഫോണും ഇവർ കവർ ചെയ്തു. അങ്ങനെയാണ് ഇതൊരു ഹണി ട്രാപ്പ് കേസായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ ഈ 19-കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി ഭാഗികമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ 19 വയസ്സുകാരൻ 2-ാമത്തെ പരാതി വരുന്നത് വരെ ഇത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് 2-ാമത്തെ കേസ് എന്ന് പറയുന്നത് തിരുവോണ ദിവസം ഇതേ ബംഗളൂരുവിലെ ക്രഷർ യൂണിറ്റിൽ സഹപ്രവർത്തകനായിരുന്ന പത്തനംതിട്ട റാന്നി അത്തിക്കയം സ്വദേശിയായ 29 വയസ്സുകാരനെ രശ്മി, ഈ ജയേഷിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മി തിരുവോണ ദിവസം വീട്ടിലേക്ക് വിളിക്കുന്നു. 5-ാം തീയതി ഇത് പ്രകാരം രശ്മി സാധാരണ ഓണത്തിനൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷണമായിരിക്കുമെന്ന് കരുതി ഇയാൾ 4:30 റാന്നിയിലെ വീട്ടിൽ നിന്നിറങ്ങുന്നു. 6 മണിയോടെ ഈ മാരാമണ്ണിലെ ഈ കോയിപ്പുറത്തെ ഇവരുടെ ജയേഷിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് എത്തുന്നു. അങ്ങനെ വഴിയിൽ ഒരു പ്രാവശ്യം എന്തുവാണ് ആ യുവാവ് അതിന് മുൻപ് അവരുടെ വീട്ടിൽ പോയിരിക്കുന്നത്. 2018 മുതൽ ജയേഷുമായിട്ട് പരിചയമുണ്ട്. എന്നാൽ ഭാര്യ ജയേഷിനെ ജോലി സ്ഥലത്ത് വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടാതാകുമ്പോൾ ഈ യുവാവിനെ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇരുവർക്കുമിടയിൽ, ഈ മർദ്ദനത്തിനിരയായ ക്രൂരതയ്ക്കിരയായ യുവാവിനും ഈ രശ്മിക്കുമിടയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇവരുടെ ആദ്യത്തെ മൊഴി. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തി എങ്കിൽ മാത്രമേ ഇതിനൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ മാരാമണ്ണിലെ വീടിൻ്റെ പരിസരത്തെത്തിയ ഈ യുവാവിനെ, 29 വയസ്സുകാരനായ അത്തിക്കയം സ്വദേശിയെ ജയേഷ് സ്കൂട്ടറിൽ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു. ഈ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ജയേഷ് കയ്യിൽ കരുതിയിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ഇയാളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്.
അതിനുശേഷം ഇയാളെയും ആദ്യത്തെ 19 വയസ്സുകാരനോട് ചെയ്ത ക്രൂരതയ്ക്ക് സമാനമായി ഇയാളോടും തൻ്റെ ഭാര്യയോടൊപ്പം ലൈംഗിക ദൃശ്യം പകർത്തുകയും ഈ വിവസ്ത്രനായതിനു ശേഷം ഭാര്യയോട് ചേർന്നിരിക്കാൻ ഭാര്യയും വിവസ്ത്രയായി അങ്ങനെ അവർ തമ്മിലുള്ള ഇൻറ്റിമേ രംഗങ്ങൾ ഈ ഭർത്താവ് പകർത്തിവെക്കുന്നു. അതിനുശേഷമാണ് അതിക്രൂരമായ മർദ്ദനമുറകളിലേക്ക് കടന്നത്. ഈ ഇരു കൈകാലുകളിലും അതുപോലെ തന്നെ കൈപ്പത്തിയിലുമൊക്കെ ഇരുമ്പ് വടി ഉപയോഗിച്ച് മർദ്ദിക്കുന്നു. അതുകൂടാതെ ഈ വിരലിൻ്റെ ഇടയിലേക്ക് ഈ മുട്ടുസൂചി അടക്കമുള്ളവ അടിച്ചു കയറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ കൈകാലുകൾ ബന്ധിച്ച് ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയതിന് ശേഷം ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ അടിക്കുന്നു. 23ഓളം സ്റ്റാപ്ലർ പിന്നാണ് ഇയാളുടെ മേത്ത് ജനനേന്ദ്രിയത്തിലും അതുപോലെ തന്നെ മുതുകത്തുമൊക്കെ ആയിട്ട് അടിച്ച് കയറ്റിയത്. അതിനുശേഷം അവശനായ യുവാവിനെ ഇതുപോലെ തന്നെ ജയേഷ് ഇയാളുടെ സ്കൂട്ടർ എടുക്കുന്നു, സ്കൂട്ടറിൻ്റെ നടുവിലേക്കിരുത്തി അതിന് പിന്നിൽ രശ്മി കയറിയതിന് ശേഷം രാത്രിയാണ്, 8 മണിയോടടുത്ത സമയമാണ്. അങ്ങനെ ഇരുവരും അതിവേഗത്തിൽ ഇത് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി പുതമൺ പാലത്തിന് സമീപം കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അതൊരു നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും നടക്കുന്ന ഒരു പാലമാണ്. ഈ പാലത്തിൽ കൊണ്ടുപോയി യുവാവിനെ ഉപേക്ഷിക്കുന്നു. ഇയാളോടും പറയുന്നത് ഈ വിവരം പുറത്തു പറഞ്ഞാൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടുകയാണ് എന്നേ പറയാവുള്ളൂ. അതുപോലെ തന്നെ ഈ വിവരം തങ്ങൾ മർദ്ദിച്ചതാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് പുറത്ത് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ ആകെ അപകടത്തിൽപ്പെടുത്തുമെന്നാണ് ഈ യുവാവിനോടും ഇവർ പറയുന്നത്. അതുപ്രകാരം യുവാവിനെ അവശനായി വഴിയിൽ കിടന്ന യുവാവിനെ സമീപത്ത് കൂടി വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ റാന്നി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് കോട്ടയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ ചികിത്സയ്ക്കായി മാറ്റുന്നു. അവിടെ വെച്ച് സ്വാഭാവികമായിട്ടും ഒരു ആശുപത്രിയിലേക്ക് ചികിത്സ തേടി എത്തുമ്പോൾ ആ യുവാവിൻ്റെ ദേഹത്ത് നമ്മുടെ ആര് പോയാലും അവിടെ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും പാട് അല്ലെങ്കിൽ മർദ്ദനമേറ്റതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ പോലീസ് സ്റ്റേഷനിലേക്ക് തീർച്ചയായും ഈ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറയും. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിലൊരാൾ ഇവിടെ ചികിത്സ തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ SI ആയിട്ടുള്ള വിഷ്ണു ഈ സ്ഥലത്തേക്ക് എത്തുന്നതും അങ്ങനെ ഈ യുവാവിൻ്റെ മൊഴിയെടുക്കുന്നതും. എന്നാൽ ഇവരെ പേടിച്ചുകൊണ്ട് ഈ യുവാവ് ആദ്യഘട്ടത്തിൽ ഈ ദമ്പതികളുടെ പേര് പറയാൻ, ഇവരുടെ അടുത്തു നിന്നാണ് താൻ ഇത്ര വലിയൊരു ക്രൂരത നേരിട്ടതെന്ന് വെളിപ്പെടുത്താൻ ഈ യുവാവ് തയ്യാറായില്ല. ഇയാൾ ആദ്യഘട്ടത്തിൽ 1471 എന്ന് പറയുന്ന FIR നമ്പറിൽ ഈ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ആദ്യം 10-ാം തീയതി, ഈ സംഭവം നടക്കുന്നത് 5-ാം തീയതിയാണ്, 10-ാം തീയതി കൊടുത്ത ഒരു മൊഴി, 10-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചൊരു ഇൻറ്റിമേഷൻ ആറന്മുള പോലീസിന് ലഭിക്കുന്നതും ഇയാളുടെ മൊഴി എടുക്കുന്നതും. അങ്ങനെ 10-ാം തീയതി ആറന്മുള പോലീസിന് കൊടുത്ത മൊഴി പ്രകാരം ഇയാൾ മുൻപ് പ്രണയിച്ചിരുന്ന കാമുകിയുടെ അച്ഛനും അതുപോലെ തന്നെ കാമുകിയുടെ പ്രതിശ്രുത വരനും കണ്ടാലറിയാവുന്ന 3 മറ്റാളുകളും ചേർന്ന് തന്നെ ഇത്തരത്തിൽ മർദ്ദിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു എന്നൊരു വ്യാജമായിട്ടുള്ളൊരു മൊഴിയാണ് ഇയാൾ കൊടുത്തത്. ഇതിൽ ഇയാൾ പറയുന്നത് ഇവരെ പേടിച്ച് ഇവരെ ഭയന്ന് ഇവരുടെ കുടുംബത്തെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു പേടിയുടെ പുറത്താണ് താൻ ഇത്തരത്തിലൊരു കള്ളമൊഴി പോലീസിന് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇയാൾ പറഞ്ഞ ഈ 5ഓളം പേരെ പ്രതികളാക്കി ഈ ആറന്മുള പോലീസ് FIR ഇടുകയും ഇവരെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. അങ്ങനെ ഈ 5 പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല എന്ന് മാത്രമല്ല ഈ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസ് കണക്കിലെടുത്തുകയും ഈ മർദ്ദനമേറ്റ 29 വയസ്സുകാരനായ അത്തിക്കയം സ്വദേശിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നതിൽ കള്ളമാണ് എന്ന് പോലീസിന് തന്നെ മനസ്സിലായി. കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഈ ജയേഷിൻ്റെയും രശ്മിയുടെയും അതിക്രൂരമായ മർദ്ദനമുറകളും തുടർന്നുണ്ടായ പണം തട്ടിയെടുക്കലും ഹണി ട്രാപ്പ് പോലുള്ള കാര്യങ്ങളും ഒക്കെ ഇയാൾ പോലീസിനോട് പറയാൻ തയ്യാറാകുന്നത്. ഇതിൽ പറയുന്നതിലും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പോലും ഒരു പേടി എന്നതിനപ്പുറം ഇത് ആഭിചാര കർമ്മങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നടന്ന നരബലി, 2 സ്ത്രീകളുടെ മരണത്തിന് കാരണമായ നരബലി രാജ്യത്താകമാനം ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു ആഭിചാരം ഇവർ കൂടാതെ മർദ്ദിക്കുന്ന അവസരത്തിൽ ഇവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും ഒരു സൈക്കോ മനോഭാവത്തോടെ തിരിച്ചുകൊണ്ടാണ് ഈ അക്രമങ്ങൾ ചെയ്തു എന്നാണ്. ഈ ജയേഷിനെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ഈ കോയിപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ പോലും അയാളുടെ ശാരീരിക ഒരു ചേഷ്ടകളൊക്കെ നോക്കിയാൽ തന്നെ ഒരു ലഹരി ഉപയോഗിക്കുന്ന മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള ഒരാളുടേതിന് സമാനമായിട്ടുള്ള ഒരു ചേഷ്ടകളാണ് ഇയാൾ പോലീസിനോടക്കം കാണിക്കുന്നത്. ഒരു പക്ഷേ താൻ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും സാധാരണക്കാരായ ആളുകൾ, സാധാരണ ഒരു ദമ്പതികൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ക്രൈമല്ല. അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ക്രൈം ചെയ്യുമ്പോൾ അതും ഇത്ര ക്രൂരമായി ജനേന്ദ്രിയത്തിലടക്കം സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു കയറ്റി അതുപോലെ തന്നെ ക്രൂരമായി കമ്പി വടിക്ക് കൈപ്പത്തിയിലും കാൽവെള്ളയിലും ഒക്കെ അടിക്കുന്ന സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇവരുടെ മുഖത്ത് കുറ്റബോധമോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു സൈക്കോ മനോഭാവത്തോടെയാണ് ഇവർ തങ്ങളെ ആക്രമിച്ചതെന്നാണ് ഈ 2 യുവാക്കളും
പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ കൃത്യമായ കാരണങ്ങൾ, അതുപോലെ തന്നെ യുവാക്കൾക്ക് ഈ രശ്മിയുമായി, ജയേഷിൻ്റെ ഭാര്യ രശ്മിയുമായിട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നതടക്കം തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. കാരണം ഒരു പരിചയമില്ലാതെ ഈ യുവതിയുടെ അവിഹിത ബന്ധം കണ്ടെത്തിയ ഭർത്താവ് യുവതിയുടെ സഹായത്തോടു കൂടി യുവാക്കളെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ആക്രമിച്ചതാണോ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി ആസൂത്രണം ചെയ്തൊരു ഹണി ട്രാപ്പിൻ്റെ ഭാഗമായിട്ടാണോ ഇവരെ മർദ്ദിച്ചത്, അല്ലെങ്കിൽ ആഭിചാരകർമ്മങ്ങളുടെ ഭാഗമാണോ എന്നൊക്കെ തീർച്ചയായും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. എന്തായാലും ഈ രണ്ട് പ്രതികൾ, ജയേഷും രശ്മി 25 വയസ്സ്, ഇരുവരും ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിൽ റിമാൻഡിലാണ് കഴിയുന്നത്. ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ, ഇത് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തൊരു ക്രൈമാണ്. അത് പിന്നീട് ഇത് രണ്ട് സംഭവങ്ങളും നടന്നത് കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായതിനാൽ ഈ രണ്ട് കേസുകളും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. കൂടാതെ തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു അന്വേഷണ സംഘമായിരിക്കും ഇതിലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. ഇത് നാളെ എന്തായാലും ചൊവ്വാഴ്ചയാണ്. ഇവരുടെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോയിപ്പുറം പോലീസ്.